ഹായ്. മിർക്കോ വലേരി നമ്മളെപ്പോലെ തന്നെ സിനിമാ പ്രാന്തനായിട്ടുള്ള ഒരു പയ്യനാണ്. പയ്യൻ എന്ന് വെച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10 വയസ്സുള്ള ചെറിയ കുട്ടി. ഒരു ദിവസം ഇവനിങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് വീട്ടിനകത്ത് കയറി വരും. അപ്പോൾ വീടിൻ്റെ സൈഡ് വാർഡ് ഒരു തോക്ക് തൂക്കിയിട്ടുണ്ടാകും. ഇവൻ എന്തെന്ന് വെച്ചാൽ റൂമിൽ നിന്ന് ഒരു ചെയർ വലിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ സ്റ്റൂളും കൂടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കയറിയിട്ട് ഈ തോക്ക് ഇവൻ എടുക്കും. ഇവൻ തോക്ക് കയ്യിലെടുത്തതും പുറത്തുനിന്ന് ഇവൻ്റെ അച്ഛൻ പെട്ടെന്ന് ഇവനെ വിളിക്കും, മിർക്കോ എന്ന് വിളിക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് താഴെ വീഴും. ഫുൾ ഓടായിട്ടുണ്ടായി തോക്ക് അബദ്ധത്തിൽ പൊട്ടിയിട്ട് ഈ മേലെ കുറച്ച് സിറാമിക് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. ഈ പ്ലേറ്റിൻ്റെ കഷ്ണങ്ങളോട് കൂടിയിട്ട് ഈ ചെക്കൻ താഴെ വീഴും. അങ്ങനെ അത്രയും നാൾ നമ്മളെപ്പോലെ തന്നെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണുന്നുണ്ടായ ആ പയ്യൻ്റെ കാഴ്ചശക്തി ഏകദേശം ഒരു 99% പോകും. എന്ന് വെച്ചാൽ ഇവന് പിന്നീട് ഈ നിഴല് പോലെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും, ലൈറ്റും കാണാൻ വേണ്ടി പറ്റും എന്നതല്ലാതെ ഇവൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ഇറ്റാലിയൻ സിനിമയിലെ നല്ല ലോക സിനിമയിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള സൗണ്ട് എഡിറ്ററായ മിർക്കോ മെസ്സിനിയുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് ക്രിസ്റ്റ്യൻ ബോണാർഡ് സംവിധാനം ചെയ്ത സിനിമയാണ് റെഡ് ലൈക്ക് ദ സ്കൈ. മിർക്കോ വലേരിയെ പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറയും, എന്താണ് അബദ്ധത്തിൽ ഈ ബുള്ളറ്റ് ഇവൻ്റെ ശരീരത്തൊന്നും കൊണ്ടില്ലല്ലോ, ഭാഗ്യവാനാണ്, പക്ഷെ ഇവൻ്റെ കാഴ്ചശക്തി ഏതാണ്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ ഇവന് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമല്ലോ, 10 വയസ്സിലായിട്ടുള്ളൂ. അപ്പോൾ സാധാരണ സ്കൂളുകളിലൊന്നും ഇവനെ അയച്ചു പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇവൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ, ഒരു പള്ളിയുടെ ചർച്ചിൻ്റെ അണ്ടറിലുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഇവൻ്റെ പാരൻസ് വളരെയധികം ബുദ്ധിമുട്ടി. അതായത് അത്രയും നാൾ ഇവരുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞ കുട്ടിയാണല്ലോ. അപ്പോൾ ഇവനെ വീട്ടിൽ നിന്ന് കൊണ്ടുവിടുന്ന സമയത്ത് വീട്ടുകാർക്കും പാരൻസിനും നല്ലോണം ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുട്ടിക്ക് ഇവർ പിരിച്ചിരിക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് നല്ലോണം പ്രയാസം ഉണ്ടാകും. പക്ഷേ ഇവരെന്ത് ചെയ്യും, ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി വിടും. ബോർഡിംഗ് സ്കൂളിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ സ്കൂൾ എന്ന് വെച്ചാൽ ഇവന് ഒരു പുതിയൊരു കാര്യമാണ്. കാരണം അത്രയും നാൾ മര്യാദയ്ക്ക് മറ്റു കുട്ടികളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഇവന് പെട്ടെന്ന് ബ്രെയിലി ലിപിയിലേക്കൊന്നും പെട്ടെന്ന് മാറി വരാൻ വേണ്ടി പറ്റില്ല. അത് പഠിക്കാൻ ഇവൻ തീരെ താല്പര്യം കാണിക്കില്ല. അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ റെക്കോർഡർ ഉണ്ടാവുമല്ലോ. 1970 ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അന്ന് നടക്കുന്ന കഥയാണ്. അപ്പോൾ ഈ റെക്കോർഡർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ സ്കൂളിലത്തെ മാഷ്, ഇവൻ്റെ ക്ലാസ്സിലത്തെ മാഷ് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അതായത് നമ്മുടെ ഋതുക്കളെ കുറിച്ചിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കണം എന്നിട്ട്. അപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവരും. നമ്മുടെ മിർക്കോ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കൂളിൽ നിന്ന് റെക്കോർഡർ അടിച്ചു മാറ്റിയിട്ട് ഈ സൗണ്ട് ഇവൻ അതിൽ റെക്കോർഡ് ചെയ്യും. അതായത് ഈ ഷവർ തുറന്നു വെച്ചിട്ട് ഇതുപോലെ മഴ വരുന്നതായിട്ടും വെള്ളത്തുള്ളികൾ ഉറ്റി വീഴുന്നതായിട്ടും അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്തിട്ട് അതെല്ലാം ഒരു റീൽ, ഒരു ടേപ്പിലാക്കിയിട്ട് ഇവൻ മാഷിനെ കേൾപ്പിച്ചു കൊടുക്കും. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നിട്ട്. അപ്പോൾ മാഷിന് ഇവൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷേ ഈ കാര്യം അവിടുത്തെ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പളായിട്ടുള്ള ആൾക്ക് തീരെ പിടിക്കില്ല. അയാൾ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യും, നീ ആരോട് വെച്ചിട്ടാണ് ഈ റെക്കോർഡർ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് ദേഷ്യപ്പെടും. അപ്പോൾ ഇവനെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഈ പ്രിൻസിപ്പൾ നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ മാഷിന് കാര്യം മനസ്സിലായി, എന്തിലാണ് ഇവൻ്റെ താല്പര്യം എന്നുള്ള കാര്യം ഇവൻ്റെ മാഷിന് മനസ്സിലായി, ക്ലാസ് ടീച്ചർക്ക് മനസ്സിലായി. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഈ ബോർഡിംഗ് സ്കൂളിൽ തന്നെയുള്ള കുറച്ച് കുട്ടികളൊക്കെ നല്ലോണം കമ്പനിയാക്കും. അതേ ബോർഡിംഗ് സ്കൂളിൽ തന്നെ ഈ പാചകക്കാരിയായിട്ട് ജോലി ചെയ്യുന്നൊരു ലേഡി ഉണ്ടാവും. അവരുടെ മകളുണ്ട് ഫ്രാൻസിസ്കയും നമ്മുടെ പയ്യനും മിർക്കയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ സ്കൂളിൽ എന്ന് വെച്ചാൽ ഹോസ്റ്റൽ ആണ്, ബോർഡിംഗ് സ്കൂളാണ്. ഈ സ്കൂളിൽ നിന്ന് ഇവർ തിയേറ്ററിലേക്ക് പോകും. അതായത് ചാടിപ്പോകും. ഈ സ്കൂളിലുള്ള ബാക്കി ആരെയും അറിയിക്കാതെ ഇവരിങ്ങനെ ചാടിപ്പോകുന്ന സമയത്ത് ഈ ഫ്രാൻസിസ്കയുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ട്. ഈ സൈക്കിൾ ഓടിക്കാൻ നമ്മുടെ പയ്യനറിയാം, വലേരിക്കറിയാം. കാരണം അവൻ അത്രയും നാൾ മര്യാദയ്ക്ക് ജീവിച്ച ആളാണല്ലോ. പക്ഷെ ഇവനിപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫ്രാൻസിസ്ക പുറകിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പണ്ട്. അങ്ങനെ ഇവർ ഈ സൈക്കിളും കൊണ്ട് നേരെ ടൗണിലേക്ക് പോകും. ടൗണിൽ പോകുന്ന സമയത്തോട്ട് വലിയ ഒരു ശക്തി പ്രകടനം നടക്കുന്നുണ്ടാവും. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ശക്തി പ്രകടനം നടക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ ഉള്ള ഒരു ലേഡി ഈ കുട്ടികളെ കണ്ടിട്ട് പറയും, അതിൽ പോകുന്ന ഒരു പയ്യന്, അതായത് 2 കുട്ടികളവിടെ കാണുന്നുണ്ട്, പക്ഷെ അതിലത്തെ ഒരു പയ്യന് കാഴ്ചയ്ക്ക് കുറവുണ്ട് എന്നിട്ട് ഇവരുടെ പാർട്ട്ണറോട് പറയും. അപ്പോൾ ഇവൻ്റെ പാർട്ട്ണർ എന്ന് വെച്ചാൽ പണ്ട് ആ ബോർഡിംഗ് സ്കൂളിൽ തന്നെ പഠിച്ച് ഇപ്പം എന്തോ ഒരു ജോലി ചെയ്യുന്ന ഇതേപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവരെന്ന് വെച്ചാൽ ഈ കുട്ടികളെ നേരെ കൊണ്ടുപോയിട്ട് തിരിച്ച് സ്കൂളിൽ കൊണ്ടുപോയി വിടും. അപ്പോൾ ഈ പണ്ട് ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന അയാളും അതുപോലെ തന്നെ ഈ കുട്ടികൾ തമ്മിൽ ഒരു കുറച്ച് കമ്പനിയാകും. അയാൾ പറയുകയൊക്കെ ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, അയാൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് പറയും, അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതൊക്കെ പറയും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, തിരിച്ച് ഈ സ്കൂളിലേക്ക് പോകും. അങ്ങനെ സ്കൂളിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ മിർക്കയ്ക്ക് അത്യാവശ്യം നല്ലോണം ഫ്രണ്ട്സിനെ അവനോട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം ഇവൻ ഈ പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം രാത്രി തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു സിനിമ കാണുന്നൊരു സീനുണ്ട്. അത് നിങ്ങൾ ഒരു സിനിമാ പ്രാന്തനെന്നല്ല, ഒരു
ഒരു എന്താണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീൻ കേട്ടോ അത്. അതായത് ഒരു സിനിമാ തിയേറ്ററിൽ കുറേയധികം ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ, ബാക്കിയെല്ലാം നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, ഇവര് ഈ സിനിമ കേൾക്കുകയാണ്, ഈ കുട്ടികൾ. ബാക്കി എല്ലാവരും സിനിമ കാണുന്നു. അപ്പൊ കാണുന്ന സമയത്ത് ഈ ഫ്രാൻസിസ്കയ്ക്ക് കണ്ണു കാണാമല്ലോ. അപ്പൊ ഇവൾ ഈ കുട്ടികളോട് ഈ നരേറ്റ് ചെയ്ത് കൊടുക്കും എന്താണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. അങ്ങനെ ഈ കുട്ടികൾ കുറച്ച് മുമ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചിരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ചിരിക്കും. അവർക്ക് മനസ്സിലാവും എന്തോ ഒരു തമാശ കാര്യം നടക്കുന്നുണ്ട് മനസ്സിലാവും. ബാക്കി എല്ലാവരും കേൾവിയാണ്, മൊത്തം കേൾവിയാണ്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ ആനുവൽ ഡേ ആവും, വർഷാവസാനമായി. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ഈ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് വിടും. പിന്നെ അടുത്ത അക്കാഡമിക് ഇയറിലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ആനുവൽ ഡേക്ക് സ്കൂളിൽ ഒരു നാടകം നടത്തും. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് കുറച്ച് കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. ബാക്കി എല്ലാ കുട്ടികളും കാഴ്ചക്കാരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സ്കൂളിൽ എല്ലാവരും കാണിക്കാനായിട്ട് ഒരു നാടകം ഈ കുട്ടികൾ റെക്കോർഡ് ചെയ്യും. അതായത് മൊത്തം സൗണ്ടിലാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊന്ന് കണ്ടു നോക്കുക. ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് റെഡ് ലൈക്ക് ദ സ്കൈ. ഗംഭീരമായിട്ടുള്ള പടം കേട്ടോ. ആ വ്യക്തി, അതായത് നമ്മുടെ മിർക്കോ മെലിനി എന്ന് പറയുന്ന ആള് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു സൗണ്ട് എഡിറ്ററാണ് അദ്ദേഹം. കണ്ടു നോക്കുക, അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ്. ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ പടം, പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു ഇറ്റാലിയൻ പടം.